ഞാനൊരു ആർമി റിക്രൂട്ട്മെൻറ്റിൽ അറ്റൻഡ് ചെയ്യുകയും അതിൻ്റെ ഫിസിക്കലെല്ലാം കഴിഞ്ഞു. അപ്പം മെഡിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ അമ്മയുടെ ചേച്ചിക്കും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധം തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ചില സമയത്ത് എനിക്കെന്നെ കൺട്രോൾ കിട്ടാറില്ല. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മൊത്തത്തിൽ ഞാൻ ഒരു ടെമ്പർ മൈൻഡ് എപ്പോഴും കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എന്നേലും ഇവിടെ വന്ന് ഈ മണ്ണി ഒന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റം വരും, മാതാവ് പിന്നെ ഹോൾഡ് ചെയ്തു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാരണങ്ങൾ നോക്കിയിട്ടും എന്നെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വന്നിട്ടില്ല. ഞാൻ വരത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ 2017 എൻ്റെ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിലും എനിക്ക് വലിയ ട്രസ്റ്റൊന്നുമില്ല, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പുറത്തിങ്ങനെ മാതാവ് എല്ലായിടത്തും മാതാവില്ലെന്നുള്ള ചിന്തയിൽ തന്നെ ഞാനും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ 22 എൻ്റെ ഈ ഒരു ആവശ്യം വന്ന സമയത്ത് അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ച് മുന്നേ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ടോക്കൺ അന്ന് അമ്മ എടുത്തിട്ട് അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഭയങ്കര ആൾത്തിരക്കും കൂട്ടവും എനിക്കങ്ങ് പറ്റുന്നില്ല. കുറേ നേരം നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. പക്ഷേ അമ്മ സമ്മതിക്കുന്നുമില്ല. ഏറ്റവും അവസാനം ഇവിടെ വെച്ച് തന്നെ അമ്മയോട് ദേഷ്യപ്പെട്ട് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോയി ഇവിടുന്ന് 100% കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങിപ്പോയത്. കാര്യം എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി അതിൻ്റെ ട്രേഡ് അവർ അഗ്നിവീറിൻ്റെ സ്കീമിലോട്ട് വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. ഒന്നും കൂടെ വേണമെന്നുള്ളത് വന്നു. എനിക്കാണ് ഓപ്ഷനും ഇല്ല. കാര്യം എനിക്ക് ഏജ് ഓവർ ആവും. കറക്റ്റ് ടൈമിലാണ് ഇത് ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് അടി അവിടുന്ന് തന്നെ കിട്ടി. രണ്ടാമത് പിന്നീട് അങ്ങോട്ട് എനിക്ക് തന്നെ അറിയത്തില്ല ജീവിതത്തിൽ എന്തുമാത്രം ഞാൻ കോൺഫിഡൻസ് ആയിട്ടിരുന്നോ അതിലുപരിയായിട്ട് എനിക്ക് സങ്കടങ്ങളും സമാധാനക്കേടും വിഷമതകളും എനിക്ക് തന്നെ പറ്റാത്തൊരു സാഹചര്യം. 100% കോൺഫിഡൻസ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ. പിന്നെ അതിൻ്റെ ഇരട്ടി ഹോപ്പ് വെച്ചിട്ടാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. ഇവിടെ വന്നു, അമ്മയായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം മുന്നോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയ സമയം എല്ലാം ഓക്കെ ആയെന്നുള്ള ചിന്തയിൽ പോയപ്പോൾ ഞാൻ തന്നെ പയ്യെ ഇതിൽ നിന്ന് മാറി തുടങ്ങി. അങ്ങനെ ഞാൻ അത്യാവശ്യം വള്ളംകളിക്കൊക്കെ പോകുന്നതാണ്. ആ ടൈമിൽ ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു ക്യാമ്പ് വന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് പോയപ്പം ഞാൻ രാവിലെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലും ബാക്കി കാര്യങ്ങളും ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാരിടയിലോട്ട് എനിക്കിത് കൊണ്ടുപോകാനുള്ള മടി കാരണം ഞാനിത് കൊണ്ടുപോയില്ല. തിരിയാണേലും പുസ്തകമാണെങ്കിലും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. അവിടെ ഇത് ഫോളോ ചെയ്യുകയും ചെയ്തില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിയില്ല. പഴയപടി തന്നെ കാര്യങ്ങളെല്ലാം വന്നു. ജീവിതത്തിൽ വന്നതെല്ലാം പോയി. പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലോട്ട് തന്നെ വന്ന് ഒരു 2-3 മാസ കാലയളവോളം ഞാൻ ആരോടും മിണ്ടാറില്ലായിരുന്നു. ഡിപ്രഷൻ്റെ ഒരു